on. ഇതാണ് നമ്മുടെ ബാൽക്കണി. ഒന്ന് ഫ്രഷ് എയറൊക്കെ കിട്ടും കേട്ടോ. വിൻഡോയും ഡോറും എല്ലാം ഞാനൊന്ന് തുറന്നിടാം. നമുക്കിവിടെ ഒരു കുഞ്ഞു മീനുണ്ട്. അവനെ ഒന്ന് വന്ന് ടാപ്പ് ചെയ്യും. ടാപ്പ് ചെയ്യുമ്പോൾ അവൻ മുകളിൽ വരും. കണ്ടോ? ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മുടെ ഫ്രണ്ടിലെ ബാൽക്കണി ഒന്ന് തുറന്നിടും കേട്ടോ. ആ ഫ്രഷ് എയർ കൊള്ളുമ്പോൾ ഒരു വ്യത്യാസമാണ്. പിന്നെ ഞാനിങ്ങനെ ഒന്ന് നോക്കും. എൻ്റെ കുഞ്ഞു ചെടികളെയൊക്കെ ഒന്ന് നോക്കാറുണ്ട് കാലത്തെ. ഇപ്പം പത്രമൊക്കെ എടുത്തിട്ടുണ്ട്. ഇന്നിപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പുറത്ത് പോയതുകൊണ്ട് പത്രം എടുത്തില്ല. ഇനി ഞാനൊന്ന് ഫ്രഷായി വരട്ടെ. കെറ്റിൽ ഓണാക്കി ടീ ബാഗ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാനില്ലയോ തേഴ്സ്ഡേ, ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ ആണ് ഞാൻ വാഷ് ചെയ്യക്കും, ഡ്രൈ ചെയ്യക്കും, ഫോൾഡിങ്ങും ഒക്കെ ചെയ്യുന്ന ദിവസം. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ചെയ്യേണ്ട ഒരു വൻപിച്ച ജോലിയാണിത് കേട്ടോ. അപ്പോൾ ഞാനിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോട്ടെ. ഇഡ്ഡലി എടുത്തു, ചട്നിയുണ്ട്, പിന്നെ സാമ്പാറും ഉണ്ട് കേട്ടോ. നോർമലി ഞങ്ങൾ ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന സൺഡേസിലാണ് കേട്ടോ. ബാക്കിയുള്ള ഡേയ്സിലൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. നിങ്ങൾക്കും കൂടാ എന്നോടൊപ്പം. ഇതാണ് എൻ്റെ ഡെയിലി ടാബ്ലറ്റ്സ് കേട്ടോ. ഇതിനോടൊപ്പം എൻ്റെ മൾട്ടി വൈറ്റമിൻസ് കൂടിയുണ്ട്. ഇതോടെ ഞാൻ കഴിക്കും രാവിലെ. ഷെയർ ചെയ്യുന്നില്ല കേട്ടോ അത്. പക്ഷെ വേറൊരു കാര്യം വേണമെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം, നിങ്ങൾക്കൂടെ തരാം. എൻ്റെ ഇഞ്ചക്ഷൻ, ഇൻസുലിൻ ഇഞ്ചക്ഷൻ കേട്ടോ. അപ്പോൾ ഇതെനിക്ക് എന്നും 2 നേരം എടുക്കണം. ഞാൻ ഡയബറ്റിക് പേഷ്യൻ്റായിട്ട് കുറേ വർഷങ്ങളെന്ന് വെച്ചാൽ കുറേ വർഷങ്ങളായി. അപ്പോൾ അത് 2 times a day ആണ് എൻ്റെ ഇൻസുലിൻ എടുക്കേണ്ടത്. പലർക്കും പല കണക്കാണ്. അപ്പോൾ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. ഞാൻ എടുത്തിട്ട് വരാവേ. നോർമലി ഇല്ലേ, ഞാൻ സൺഡേ ഈ തുണി മടക്കുന്നത് വെക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ വൈറ്റ്സ് ഒരു ദിവസം ഇടും, കളേഴ്സ് എല്ലാം ഒരു ദിവസം ഇടും, ഡാർക്ക് കളേഴ്സ് എല്ലാം ഒരു ദിവസം ഇടും, ലൈറ്റ് കളേഴ്സ് എല്ലാം ഒരു ദിവസം ഇടും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് ആഴ്ചയിൽ 4 വാഷ് കാണും. ഒരു ദിവസം ഞാൻ ബെഡ്ഷീറ്റ് ഇടും സൺഡേ അന്ന്. അപ്പോൾ മടക്കാൻ നിൽക്കുമ്പോൾ നല്ലൊരു ജോലിയാണ് കേട്ടോ. തരാ, ഒരു കുന്നോളം ഉണ്ട് തുണി മടക്കാൻ. അപ്പം ഞാൻ നോർമലി വ്ളോഗൊന്നും ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യുമെന്ന് അറിയാമോ? ഒരു പാട്ടൊക്കെ കേട്ടിട്ടായിരിക്കും മടക്കുക കേട്ടോ. ഇന്നിപ്പോൾ വ്ളോഗ് ചെയ്യുന്നത് കൊണ്ട് പാട്ടൊന്നും ഇടുന്നില്ല, പക്ഷേ എൻ്റെ തുണി മടക്കൽ നടക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഒരു ½ an hour കൊണ്ട് എൻ്റെ ക്ലോത്ത്സ് എല്ലാം മടക്കി കേട്ടോ. തേക്കാനുള്ളതെല്ലാം തേക്കാൻ വെച്ചു,
കബഡിൽ വെക്കാനുള്ളതെല്ലാം കബഡിൽ വെച്ചു. ഇനി ഈ ടോപ്പ് ഒഴിച്ച് ബാക്കിയെല്ലാം എൻ്റെ ഹസ്ബൻഡിനുള്ളതാണ്. വെക്കട്ടെ. തേക്കാനുള്ളതെല്ലാം ഞാൻ ഈ ഒരു ബോക്സിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ തേപ്പുകാരൻ വരുമ്പോൾ കൊടുക്കും. അപ്പോൾ എവറി 2 വീക്സ് അദ്ദേഹം വരും. നോർമലി എൻ്റെ ഹൗസ് മെയ്ഡ് സൺഡേസ് ഒന്നും വരാറില്ല. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിയുമ്പോഴാണ് ഇതെല്ലാം വയ്ക്കാറ്. ദിവസം ഡിഷ് വാഷറിൽ കുക്കിംഗ് എല്ലാം കഴിഞ്ഞ് ഓരോന്ന് വെച്ചിട്ട് നൈറ്റ് ടൈമിൽ ഡിന്നറും കഴിഞ്ഞിട്ടാണ് ഡിഷ് വാഷർ ഓൺ ആക്കുന്നത്. അപ്പം ഡെയിലി എനിക്കൊരു ഡിഷ് വാഷർ ഫില്ല് ചെയ്യുന്നത് ഇവിടെ കാണത്തുള്ളൂ. ഞാൻ നോർമലി വേസ്റ്റ് എല്ലാം ഒന്ന് കളഞ്ഞ് ഒന്ന് റിൻസ് ചെയ്തിട്ടാണ് എൻ്റെ ഡിഷ് വാഷറിൽ വെക്കുന്നത്. ആണോന്നറിയില്ല. ഇന്ന ദിവസം ഈ ടൈമിൽ ഇന്ന കാര്യങ്ങളെല്ലാം ചെയ്യണം എന്നൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് ഈസിയർ ആവും അല്ലേ. ലൈഫ് ഈസിയർ ആവുന്നതോടൊപ്പം തന്നെ ജോലികളും നമുക്ക് എളുപ്പത്തിൽ തീരാം. ഇന്നിപ്പോൾ ഞാൻ എല്ലാ സൺഡേയും ചെയ്യുന്ന എല്ലാ ജോലികളും ചെയ്തിട്ടുണ്ട്. പക്ഷേ ആകെ ചെയ്യാതിരുന്നത് നമ്മൾ ലഞ്ച് തയ്യാറാക്കുക. ഇന്നിപ്പോൾ അത് വെക്കേണ്ടെന്ന് വെച്ചത് കൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ഞാനൊരു ലൈറ്റ് ലഞ്ച് നോർമലി എല്ലാ സൺഡേസും തയ്യാറാക്കും. ഡിറ്റർജൻറ്റ് എന്താണ് ഞാൻ ഉപയോഗിക്കുന്ന ഡിസ്ഇൻഫെക്റ്റൻറ്റ് ലൈസോളാണ് കേട്ടോ. നല്ലതാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഒരു പ്രാവശ്യമൊക്കെ വാങ്ങിച്ച് നോക്കി. ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കിച്ചൻ്റെ ഇവിടെ എല്ലാം കൂടെ ഒന്നൊന്ന് തുടയ്ക്കും കേട്ടോ. പക്ഷേ തേച്ച് കഴുകേണ്ട ദിവസം ഞാൻ ഗ്ലൗസ് ഇട്ടാണ് ഉപയോഗിക്കാറ്. അപ്പോൾ കിച്ചൻ്റെ ഇവിടെ എല്ലാം നല്ല വൃത്തിയായിട്ട് തന്നെ കിടക്കും. സ്പാർക്ലിംഗ് ക്ലീൻ ആയിട്ടുണ്ട്. നമ്മളെ ഡിന്നർ എന്ന് പറയുന്നത് ഇഡ്ഡലി തന്നെ ആയിരിക്കും. കാര്യം ഇഡ്ഡലി കുറച്ചിരിക്കുന്നു. അപ്പോൾ ഞാനത് അങ്ങ് ഫ്രിഡ്ജിൽ വെച്ചു. അപ്പോൾ കിച്ചൻ്റെ പണിയെല്ലാം കഴിഞ്ഞു. ഇനി എനിക്ക് എൻ്റെ ക്ലോത്ത്സ് എല്ലാം വാഷ് ചെയ്ത് തീരാറായി. അതുകൂടെ എനിക്ക് എടുത്തിടണം. അപ്പോൾ ഇനി എൻ്റെ ലോണ്ടറി വിരിച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ ഞാൻ ബാൽക്കണിയിലാണ് വിരിക്കുന്നത്. ഇന്ന് നല്ല വെതറാണ്. ഡ്രൈ ചെയ്തൊന്നും എടുക്കണ്ട, ഡ്രയറിലൊന്നും ഇടണ്ട കേട്ടോ. ഞാൻ വിരിച്ച് വരാവേ. തുണിയെല്ലാം കുറച്ച് ഞാൻ വിരിച്ച് കഴിഞ്ഞു. ഈ ബാൽക്കണിയിൽ വന്ന് കുറച്ച് സമയം നോർമലി ഇരിക്കാറുണ്ട്. നല്ല ഫ്രഷ് എയറൊക്കെ കൊണ്ട് എൻ്റെ ചെടികളെയൊക്കെ ആസ്വദിച്ച് ഇരിക്കും. അപ്പോഴാണ് ഞാൻ നോക്കാറുണ്ട് അത് ഏതിനൊക്കെ വെള്ളം ഒഴിക്കണം, ഏതെങ്കിലും ഇലകളൊക്കെ കരിഞ്ഞിട്ടുണ്ടോ, കട്ട് ചെയ്യണോ എന്നൊക്കെ നോക്കും. വലിയൊരു ബാൽക്കണിയൊന്നും അല്ല, പക്ഷെ ഒരു ചെറിയൊരു ബാൽക്കണിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്ലാറ്റിൽ ജീവിക്കുന്നത് കൊണ്ട് ഒരു ചെറിയ ബാൽക്കണിയിലൊക്കെ കുറച്ച് ചെടികളൊക്കെ വയ്ക്കുമ്പോൾ വളരെ സന്തോഷം ഉണ്ടാവും അല്ലേ. അതുപോലെ തന്നെ അവരോടൊപ്പം ഇരുന്ന് സംസാരിക്കാം, അവരെയൊക്കെ കാണാം, ഫ്രഷ് എയറൊക്കെ കിട്ടും. അങ്ങനെ ഇരിക്കാറുണ്ട് ഇവിടെ. ഒത്തിരി സമയം ഇരിക്കും, ഒരു ഹാഫ് ആൻ അവറൊക്കെ ഇരിക്കും കേട്ടോ. ആ ടൈമിലായിരിക്കും ഞാൻ മെയിൽ നോക്കും. സംടൈംസ് യൂട്യൂബ് വീഡിയോസിൽ കമൻറ്റ് ചെയ്യും. പിന്നെ ആ ടൈം ഒത്തിരി ചായയൊക്കെ കുടിച്ച് ആസ്വദിച്ച് ഇവിടെ പ്രകൃതി ഭംഗിയൊക്കെ നോക്കിയിരിക്കും കേട്ടോ. നല്ല ചായ. ഇന്നിപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ശബ്ദങ്ങളൊന്നും ഇല്ല കേട്ടോ. നോർമലി ഞാൻ എൻ്റെ വ്ളോഗ്സൊക്കെ പിടിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഒന്ന് ശല്യം ചെയ്യാറുണ്ട് കേട്ടോ. ഇന്നിവിടെ വളരെ ശാന്തമായിട്ടിരിക്കുന്നു. ചിലപ്പോഴൊക്കെ നമുക്ക് ഒറ്റയ്ക്കിരിക്കാനും തോന്നും അല്ലേ. ലൈഫിൽ കുറച്ച് സമയമെങ്കിലും ഒറ്റയ്ക്കിരിക്കാൻ ശീലിക്കുക. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം പീസ് ഓഫ് മൈൻഡ് കിട്ടും അല്ലേ. നമ്മുടെ ഓൺ തോട്ട്സിൽ മുഴുകിയിരിക്കുക. വലിയ ബെഡ്ഷീറ്റ്സ് എടുത്തിടേണ്ടതാണ്. അപ്പോൾ ഞാൻ അതിന് തയ്യാറാവട്ടെ കേട്ടോ. സോ റൂമാണ്. വാഷിംഗ് മെഷീനിൽ തുണിയിട്ടു. സോ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ ഹൗസ് വർക്കൊക്കെ തീർന്നു കേട്ടോ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എനിക്ക് ഡ്രൈ ഐസ് ഉണ്ട് കേട്ടോ. സംടൈംസ് എനിക്ക് അലർജി പോലെയും ഫീൽ ചെയ്യാറുണ്ട്. കണ്ണിനൊരു കടി ഉള്ളതുപോലെ തോന്നും. അപ്പോൾ
അപ്പോൾ ഐ ഡ്രോപ്സൊക്കെ ഒഴിച്ച് കണ്ണിൽ കേട്ടോ. ഇതാണ് പിന്നെ ചെയ്യുന്ന ആദ്യത്തെ കാര്യം. ഇനി എൻ്റെ സ്കിൻ കെയർ ഇനിയാണ് ഞാൻ നോർമലി ചെയ്യാറ് കേട്ടോ. ഞാൻ നോർമലി ഇത് പ്ലമ്മിൻ്റെതാണ് കേട്ടോ. പ്ലമ്മിൻ്റെ ഒരു എന്താ പറയുക, ഒരു സെറമാണിയായിട്ട് കേട്ടോ. അപ്പോൾ സൺസ്ക്രീൻ നമുക്ക് നിർബന്ധമാണല്ലേ. ലൈക്ക് ഓൾവേസ് ഒരു സൺസ്ക്രീനും ഇട്ട് കേട്ടോ. ഇനി ഞാൻ കുറച്ച് സമയം റിലാക്സ് ചെയ്ത് എൻ്റെ വ്ളോഗ്സിനൊക്കെ റിപ്ലൈ ചെയ്ത് പിന്നെ ന്യൂസൊക്കെ ഒന്ന് നോക്കി ഒന്ന് റിലാക്സ് ചെയ്ത് കുറച്ച് നേരം ഇരിക്കണം. എനിക്ക് 12 മണി കഴിഞ്ഞിട്ട് ഡ്രസ്സ് ചെയ്താൽ മതി. 12:30 കഴിയുമ്പോൾ മാത്രമാണ് ഞങ്ങൾ പുറത്ത് പോവുക. അപ്പോൾ അതുവരെ എനിക്ക് പ്ലെൻറ്റി ഓഫ് ടൈമുണ്ട്. ഇപ്പോൾ 10:30 കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വ്ളോഗ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഓൾസോ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു കാര്യം, നമ്മൾ ഇങ്ങനെ ഒരു വ്ളോഗ് എടുക്കുമ്പോൾ കുറച്ച് സമയം എക്സ്ട്രാ ആവും. അതുപോലെ തന്നെ 5 മിനിറ്റിൽ അത് തീർക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഒരുപാട് തെറ്റുകളും ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ആ തെറ്റുകളൊക്കെ എന്നോട് ക്ഷമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു സൂൺ വിത്ത് അനദർ വ്ളോഗ്. ടിൽ ദെൻ ബൈ ഫോർ നൗ.